ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു, വളരെ സന്തോഷമായി. ഇന്ന് ശ്രീലകത്ത് ഉണ്ണിക്കണ്ണൻ എന്നിങ്ങനെ നിൽക്കുകയാണ്. ഉണ്ണിക്കണ്ണൻ ഒരു ഓടക്കുഴൽ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ അത് വലത്തെ കയ്യിലാണ് പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ ഒന്നുമില്ല, വെറുതെ അങ്ങനെ നിൽക്കുക. കാല് പിണച്ചു പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഓടക്കുഴൽ പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് തോന്നുന്നു. നല്ല പുഞ്ചിരിച്ചിട്ട് തന്നെ നിൽക്കുന്നത്. നമ്മളെ ഭക്തരോടൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്ന പോലെയാണ്. നമ്മൾ വരുന്ന ആളുകളെയൊക്കെ നോക്കുകയാണ് മൂപ്പര്. അപ്പോൾ വളരെ സന്തോഷത്തിലാണെന്ന്. കേമായിട്ട് അങ്ങനെ നിൽക്കണമുണ്ട്. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്, പള്ളിശ്ശേരി മധുസൂദന നമ്പൂരി. കളഭാലങ്കാരം ഉണ്ടായത് മുന്നൂലം വാസുദേവൻ ഒതിക്കലാണ്. എന്തായാലും നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വളരെ എന്താ പറയുക, സന്തോഷവാനായിട്ടാണ് ആ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അതും ശരിക്കും പറഞ്ഞാൽ ആ സ്വർണ്ണഗോപിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഗോപി തിലകം വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചെവിയിലൊക്കെ വെച്ചിട്ടുണ്ട്, 2 ചെവിയിലും ഗോപി തിലകം വെച്ചിട്ടുണ്ട്. പിന്നെ മാർത്തുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആ സ്വർണത്തിൻ്റെ ഒരു പ്രഭ അങ്ങനെ ഉണ്ട്. അപ്പോൾ പൊന്നോടക്കുഴലും പിടിച്ച് അങ്ങനെ നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനാണ് ഇന്ന് ഗുരുവായൂർ ശ്രീലകത്തുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രീലകത്തേക്ക് നമ്മളപ്പോൾ ഗുരുവായൂരെത്തിയിട്ട് ക്യൂവിലൊക്കെ നിന്ന് അങ്ങനെ ചെന്ന് ഗോപുരവാതിലൊക്കെ തുറന്ന് അങ്ങോട്ട് ചെന്ന് ആ മണ്ഡപത്തിൻ്റെ അപ്പുറത്ത് കൂടെ അങ്ങനെ ചെന്ന് ആ സോപാനപ്പടിയിലേക്ക് എത്തുകയാണ്. സോപാനപ്പടിയിലെത്തുമ്പോൾ നമ്മൾ ഗുരുവായൂരപ്പനെ ശ്രീലകത്തേക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ആകെ സ്വർണ്ണപ്രഭയാണ്. ആ നെയ്വിളക്കിൻ്റെ സ്വർണ്ണപ്രഭ ഇങ്ങനെ കാണുമ്പോൾ അതിൽ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണനായിട്ട് തന്നെയാണ് തിളങ്ങുന്നത്. അപ്പോൾ കളഭം കൊണ്ടാണെന്നൊന്നും പറയാനില്ല, നല്ല രസമായിട്ടിങ്ങനെ കാണാനുണ്ട്. അപ്പം ഇന്നിപ്പോൾ എല്ലാവരും ആ കാലൊക്കെ പിണച്ച് വെച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ, വലിയ തടിയൊന്നും കാണാനില്ല, വലിയ തടിയിലൊന്നല്ല അന്ന് ചാർത്തിയിട്ടുള്ളത്. എന്നാൽ അത്യാവശ്യം ഉണ്ടേനി എന്ന് പറഞ്ഞ പോലെ വളരെ കേമായിട്ടത് ചാർത്തിയിട്ടുണ്ട്. എന്തായാലും നന്നായി. അപ്പോൾ എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ദർശനം കിട്ടുന്നു എന്ന് സങ്കല്പിക്കുക. നമ്മളെ മനസ്സിൽ നമ്മളിപ്പോൾ ഞാനാണ് ചൊല്ലുന്നതെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ആ ഗുരുവായൂരപ്പൻ്റെ നടയിലെത്തി എന്ന് മനസ്സിൽ അങ്ങോട്ട് സങ്കല്പിക്കുമ്പോൾ നമ്മളെ മനസ്സ് അവിടെ എത്തുകയാണ്. നമ്മളവിടെ മനസ്സെത്തുമ്പോൾ ശരീരം എത്തിയില്ലെങ്കിലും മനസ്സെത്തിയാൽ നമ്മളവിടെ ചെന്ന് കാണുന്നത്, എൻ്റെ ഈ ഒരു ചെറിയ വർണ്ണനയിലൂടെ നിങ്ങൾക്ക് അത് കേൾക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നമ്മൾ ചെയ്ത പുണ്യമായിരിക്കാം. കാരണം അവിടെ ചെന്നിട്ട് കിട്ടുന്ന അതേ അനുഭൂതി നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. കിട്ടിയാൽ ഭാഗ്യം. കാരണം എന്താ വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ അത് കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്ന് നോക്കിയിട്ട് ഗുരുവായൂരപ്പനെ, ആ പൊന്നുണ്ണിക്കണ്ണനെ, ആ കാല് പിണച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ മനസ്സാ സ്മരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും ആ തിരുമുമ്പിലാണ് ഉണർത്തുകയാണ്. അപ്പോൾ തിരുമുമ്പിൽ പറയുമ്പോൾ അതിനൊരു പ്രതികരണം നമുക്ക് തരും ഗുരുവായൂരപ്പൻ, നമ്മളെ എല്ലാ കാര്യത്തിനും. കാരണം ജഗന്നിവാസനായ ആ ഗുരുവായൂരപ്പൻ നമ്മളെ എല്ലാ കാര്യത്തിനും സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണ ഹരേ, ഞങ്ങളിതാ ഇവിടെ വന്നിരിക്കുന്നു, ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിലിതാ അങ്ങയെ കാണാൻ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരണേ എന്ന് നമ്മൾ ഒറ്റ മനസ്സോടെ അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അത് അങ്ങോട്ട് തീരുമാനം ആക്കി തരും കേട്ടോ. എല്ലാവരും അത് ശ്രദ്ധിക്കുക. കാരണം അവിടെ ചെല്ലാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിത് പറയുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ ഒപ്പമുണ്ടാവുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നാളെയും ഇത് വീണ്ടും ആവർത്തിക്കാം. നാളെ വേറൊരു വേഷമായിരിക്കാം ഗുരുവായൂരപ്പൻ. എന്തായാലും നമ്മളത് കാണാൻ, എന്നിലൂടെ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞാൽ ഞാൻ സംതൃപ്തനായി. അതൊരു ഗുരുവായൂരപ്പ നിയോഗമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാവർക്കും നല്ലത്
മാത്രം സംഭവിക്കട്ടെ. ഹരേ കൃഷ്ണ.